ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. പ്രപഞ്ചത്തിന് ലഭിച്ച സ്നേഹത്തിൻ്റെ സദ്വാർത്തയാണ് ക്രിസ്തു. പ്രപഞ്ചത്തിലെ ഏറ്റവും മഹത്വമുള്ള കൃപയുടെ അടയാളമാണ് ക്രിസ്തു. പ്രവാചകന്മാരിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ട വലിയ വാഗ്ദാനത്തിൻ്റെ പൂർണ്ണത. ദൈവം നിർമ്മിച്ച സകല നന്മകളുടെയും ഏറ്റവും മഹത്വമേറിയ അനുഭവം ലോകത്തിന് സമ്മാനിക്കുന്ന പുണ്യനിമിഷം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ രൂപപ്പെടുത്തി. എന്നാൽ നമ്മെ വീണ്ടെടുക്കുവാൻ ദൈവം ഇന്ന് മനുഷ്യരൂപം സ്വീകരിക്കുന്നു. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണിത്. നമ്മെ വീണ്ടെടുക്കുവാൻ നമ്മിൽ ഒരുവനായി രൂപാന്തരപ്പെടുന്നു. ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നത് യേശു പിറന്നു വീണ കാലിത്തൊഴുത്തു മാത്രം ധ്യാനിച്ചാൽ മതിയാകും. ഈ പ്രപഞ്ചത്തിന് ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറം സ്വർഗീയമായ ബലം ക്രിസ്തു തൻ്റെ ജന്മം മൂലം നമുക്ക് നൽകി. യേശുവിനെ കാണാൻ പുറപ്പെടുന്ന രാജാക്കന്മാരിലും ഇടയന്മാരിലും ആനന്ദമാണ് ദർശിക്കുവാൻ കഴിയുന്നത്. അവർ ബേത്ലഹേമിൽ എത്തുമ്പോൾ ദർശിക്കുന്നത് നമ്മെപ്പോലെ കരയുന്ന, പുഞ്ചിരിക്കുന്ന, മാംസവും രക്തവുമുള്ള ഒരു ശിശുവിനെയാണ്. ഇതാണ് ദൈവം. അവർ മുട്ടുകുത്തി ദൈവത്തിനു മുൻപിൽ ആരാധിച്ചു. വലിയ പ്രതീക്ഷയാണ് അവരിൽ ജനിച്ചത്. പാവപ്പെട്ടവരുടെയും പാപികളുടെയും കൂട്ടുകാരനായി ലോകം വെറുത്തവരെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ലോകത്തിനു വേണ്ടാത്ത പാപിയെയും ചുങ്കക്കാരനെയും വഴിതെറ്റിയവനെയും ഭവനം വിട്ട് ഇറങ്ങിപ്പോയവനെയും മാറാരോഗിയെയും യേശുവിന് ആവശ്യമുണ്ടായിരുന്നു. ഈ ദൈവത്തിന് മനുഷ്യർ വിശ്വസിക്കുന്ന മറ്റ് ദൈവങ്ങളെക്കാളും നമ്മെ മനസ്സിലാക്കുവാൻ കഴിയും. കാരണം മറ്റൊരു ദൈവവും മനുഷ്യനായിട്ടില്ല. നമ്മുടെ രൂപവും ഭാവവും ദുഃഖവും വേദനയും സ്വീകരിച്ച് അതുവഴി നമ്മുടെ വേദനകൾ അറിഞ്ഞവൻ, നമ്മുടെ രൂപത്തിലും ഭാവത്തിലും നമുക്ക് ആരാധിക്കുവാൻ നൽകപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠനായ ഗുരുവും കൃപയുടെ നാഥനുമാണ് യേശു. ലൂക്കോസ് 2:10. ഇതാ സകല ജനങ്ങൾക്കും വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.